ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല കേട്ടോ. കാരണം ഉമ്മച്ചി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്യാൻ ഇനി എന്തായാലും അടുക്കള കയറാൻ പോകുന്നില്ല. അപ്പോൾ ഉമ്മച്ചി പോകുന്നവരെ ഉമ്മച്ചീനെ കൊണ്ട് എന്തായാലും സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മീൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളൂട്ടിയാണെങ്കിൽ അവളുടെ ടോയ്സ് ഫുള്ള് വലിച്ചിട്ടിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പത്തിരിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ വലിയ ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിങ്ങനെ ഇലയിലാണ് കേട്ടോ ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. പരത്തണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിച്ചപ്പ് അങ്ങനെയെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ പ്ലേറ്റ് കൊണ്ടാണ് പരത്തുന്നത്, എളുപ്പത്തിന് പരത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളിങ്ങനെ ഫിഷൊക്കെ അതേപോലെ വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മീൻ ഇങ്ങനെ നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഭയങ്കര പൊന്തി നിൽക്കുന്നത് കാരണം ഈ ചെറിയ ആവിപാത്രമായിരുന്നു. അപ്പോൾ അതിനകത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി ആ ഫിഷൊക്കെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കാം, മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ കുറച്ച് പരന്നിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സെറ്റായിട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഒരു നോമ്പ് തുറ ഫീലായിരുന്നു. ഞങ്ങളിതിന് മീൻ പത്തിരി എന്നാണ് പറയാറ്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും.